വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് CPM ഏരിയ സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഹൈക്കോടതിയിൽ ഇന്ന് ഹാജരാകും. കോടതിയലക്ഷ്യ ഹർജിയിന്മേലുള്ള നടപടിയുടെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ഹാജരാകുന്നത്. തിങ്കളാഴ്ച മറ്റ് നേതാക്കൾ ഹാജരായിരുന്നു. കിരൺകുമാർ ചേരുന്ന വിവരങ്ങളുമായി. കിരൺ, എന്താണ് വിവരങ്ങൾ? എപ്പോഴാണ് MP ഗോവിന്ദൻ ഹാജരാകേണ്ടത്? വീണ, വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് കെട്ടിയടച്ച് പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയലക്ഷ്യ കേസിലാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഹാജരാകുന്നത്. MP ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളോട് ഹാജരാകാനായിട്ട് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഇന്ന് വൈകിട്ട് 4:30 ഹാജരാകാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഈ കേസ് കഴിഞ്ഞ തിങ്കളാഴ്ച പരിഗണിക്കുന്ന സമയത്ത് MP ഗോവിന്ദന് ഹാജരാകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചിരുന്നു. പിന്നീട് കോടതിയാണ് ഇന്ന് ഹാജരാകാനായിട്ട് ഈ നിർദ്ദേശം MP ഗോവിന്ദന് നൽകിയത്. ഒപ്പം തന്നെ മറ്റ് നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച ഹാജരാകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഈ ഡിസംബർ മാസം 5-ാം തീയതിയായിരുന്നു വഞ്ചിയൂരിൽ CPMന്റെ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് കെട്ടിയടച്ച് പരിപാടി നടത്തിയത്. KPSCയുടെ നാടകമടക്കം നടന്ന പരിപാടിയിൽ CPMന്റെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു. ഈ പങ്കെടുത്ത നേതാക്കളെല്ലാം തന്നെ ഈ റോഡ് കെട്ടിയടച്ചടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരുന്നത്. നേരത്തെ ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. പിന്നീട് രാഷ്ട്രീയ നേതാക്കളോട് ഓരോരുത്തരുമായി പ്രത്യേകം സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കാനായിട്ടായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ MP ഗോവിന്ദൻ കോടതിയിൽ നേരിട്ട് ഹാജരായി കോടതിയലക്ഷ്യ നടപടി നേരിടുന്നത്. കിരൺകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു.